എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മളിന്ന് ഈ എപ്പിസോഡിലിവിടെ മകരം രാശിയിൽ ഗ്രഹങ്ങൾ നിന്നാലുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പം മകരരാശിയുടെ മുഖ്യ പ്രഭാവം കാൽമുട്ടുകളിലാണ് വരുന്നത്. ചർമ്മത്തിനും ഇതിൻ്റെ പ്രഭാവം ഉണ്ടാവുന്നുണ്ട്. ഈ രാശിയുടെ ഗുണധർമ്മം തണുപ്പാണ്. മകരം രാശി ലഗ്നമോ ലഗ്ന നവാംശകമോ സൗരലഗ്നമോ, അതായത് സ്ത്രീകൾക്ക് സംബന്ധിച്ചിടത്തോളം ചന്ദ്രലഗ്നം ആയി വന്നാൽ ജാതകൻ്റെ ശരീരം ദുർബലവും അശക്തവുമായിരിക്കുമെന്നാണ്. ചൂട് കുറവായിരിക്കും. തന്മൂലം തണുപ്പിൻ്റെ ആധിക്യം മൂലം ന്യൂമോണിയ, ജ്വരം, സന്നിവാതം, കാൽമുട്ടുകളിൽ വേദന, സന്ധിവാതം, ചർമ്മരോഗം തുടങ്ങിയ അത്തരത്തിലുള്ള അസുഖങ്ങൾക്ക് സാധ്യത പറയുന്നുണ്ട്. ഈ രാശി അത്യന്തം ദുർബലമായതുകൊണ്ട് ജാതകന് ലൗകിക കാര്യങ്ങളിൽ ബലക്ഷയം പ്രകടമാവും. പ്രതിരോധ ശക്തിയിലും കുറവുള്ളതിനാൽ രോഗബാധ പെട്ടെന്നുണ്ടാകാൻ ഉള്ള സാധ്യത കൂടുതലാണ്. ശീതത്തിൽ നിന്നും രക്ഷ നേടേണ്ടത് അനിവാര്യമായതുകൊണ്ട് ശാരീരിക ശക്തി ഉണ്ടാകുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതും നന്നായിരിക്കും. അതുപോലെ തന്നെ മകരം ലഗ്നത്തിൽ മറ്റ് ഗ്രഹങ്ങൾ നിന്നാൽ, മകരലഗ്നത്തിൽ കുജൻ നിന്നാൽ സ്വസ്ഥത ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ബുധൻ നിന്നാൽ ഭ്രമണശീലം പറയുന്നുണ്ട്, ഉദാസീനത എന്നിവയും. വ്യാഴം നിന്നാൽ രക്തഗുണവും, ശുക്രനാണെങ്കിൽ അമിത വിശ്രമം മൂലം സ്വസ്ഥതയ്ക്ക് ഹാനിയും, ശനിയാണെങ്കിൽ ആരോഗ്യവും കാലുകൾക്ക് കഷ്ടതയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതാണ് മകരം രാശിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത്. അടുത്തത് കുംഭം രാശിയെപ്പറ്റിയായിരിക്കും അടുത്ത എപ്പിസോഡിൽ പറയുന്നത്. ഹരി ഓം.